അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറപ്പാണേ. അപ്പോൾ തലേന്ന് ഞങ്ങൾ പച്ചരി കുതിർത്തി വെച്ചിരുന്നു. ഇതിപ്പോൾ പച്ചരി, തേങ്ങ, ചോറ്, ജീരകം, ഏലക്കായ് ഇത് മൂന്നും ഒരു മിക്സിയുടെ ജാറിലെടുത്ത് വെച്ചിട്ട് നന്നായിട്ട്, അതായത് തരിയില്ലാതെ അരച്ചെടുക്കണം. നന്നായിട്ട് തരിയില്ലാതെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ തരിയില്ലാതെ കിട്ടും. നമ്മളെടുത്ത് നോക്കണം, അത് അരയ്ക്കുന്ന സമയത്തൊന്ന് ഒരു സ്പൂൺ എടുത്ത് വെച്ച് നല്ലോണം ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും തരി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതാ ഈ വീഡിയോയിൽ കാണുന്നില്ല, ഇതാ ഇതുപോലെ തരിയില്ലാതെ അരച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ച് മാറ്റി വെക്കുക. ഇനി നമ്മൾ തയ്യാറാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ എടുത്തിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് കൊത്തായിട്ട് അരിഞ്ഞ് വെക്കുക. അത് നമ്മൾ പായസത്തിലൊക്കെ ചേർക്കുന്ന പോലെ കൊത്തായിട്ട് അരിഞ്ഞ് വെക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുന്നേ ഞങ്ങളിത് ശർക്കര ഉരുക്കാൻ വെച്ചിരുന്നു. ആ ശർക്കര നമ്മൾ അതേ ചൂടിൽ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് യോജിപ്പിച്ച് ചേർക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതേ ചൂടിൽ ചേർക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ മാവ് വെന്തു പോകും. ഇതിൻ്റെ കൂട്ടത്തിൽ അര ടീസ്പൂൺ അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പക്കാരം എന്തിനാണെന്ന് പറഞ്ഞാൽ അപ്പക്കാരം ചേർത്താൽ അതിൻ്റെ അപ്പത്തിൻ്റെ ആ ഒരു ഉള്ളിലൊരു ലെയറായിട്ട് വരാനുണ്ട്. അത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അപ്പക്കാരം ചേർക്കണം. ഒരു അര ടീസ്പൂൺ അപ്പക്കാരേ ചേർത്തുള്ളൂ. അതിനുശേഷം ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും ഇതിലേക്ക് ചേർത്ത് നമ്മൾ ബാക്കിയുള്ള വഴറ്റേണ്ടതൊക്കെ ഒന്ന് വഴറ്റി വെക്കാൻ പോവാണ്. ഇതിനെ ഒരു അടികട്ടിയുള്ള കുക്കറാണ് എടുത്തേക്കുന്നത്, അലുമിനിയം കുക്കറാണ് എടുത്തേക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആദ്യം തന്നെ നമ്മളെ കൊത്തായി അരിഞ്ഞു വെച്ച തേങ്ങ ഇതിലോട്ട് നമ്മൾ ചേർത്ത് വഴറ്റിയെടുക്കാൻ പോവാന്നേ. ഇത് നന്നായിട്ട് ഒരു 5-8 മിനിറ്റ് വഴറ്റാൻ തന്നെ ഒരു 5-8 മിനിറ്റ് ആവും. കാരണം എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട്, ഈ തേങ്ങ നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ഏതാണ്ടൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ പകുതി കോരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോരി വെച്ചിട്ട് ബാക്കി ലാസ്റ്റ് മാവ് ചേർക്കുമ്പോൾ ബാക്കിയെല്ലാം ചേർക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വഴറ്റുന്നതല്ല, ഇപ്പോൾ ചെറിയുള്ളിയും സവാളയും കൂടി മിക്സ് ആയിട്ടുള്ള നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വറക്കും. അതും അങ്ങനെ തന്നെ പകുതി നമ്മൾ കോരി വെക്കണം. ഇതിപ്പോൾ ഞാൻ മുന്നേ തേങ്ങ വറുത്തത് പകുതി കോരി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സവാളയും ചെറിയുള്ളിയും കൂടി അരിഞ്ഞത് നന്നായിട്ട് ആ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് കളറായിട്ട് വരുന്നുണ്ട്. ഇത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും. ഇനി ചോവറായിട്ട് ആവണ്ട. ഇതുപോലെ ഞങ്ങൾ ഈ ഒരു പരുവത്തിലാണ് കോരിയത്. ഇതിൻ്റെ പകുതി നമ്മൾ എടുത്ത് മാറ്റി വെക്കണം. ഇത് നമുക്ക് മാവ് ഒഴിക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. മാവ് ഒഴിച്ചതിന് ശേഷം ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കോരി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് ഗ്യാസ് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മാവ് ചേർക്കുന്നത്. മാവ് ചേർത്ത് അതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ ഏതാണ്ടൊരു 4-5 സെക്കൻഡേ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാക്കൊത്തും സവാള വഴറ്റിയതൊക്കെ കൂടി, സവാളയും ചെറിയുള്ളിയും വഴറ്റിയതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കുക്കർ നമ്മളിത് അടച്ചു. കുക്കർ അടച്ചതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെയിറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കർ അടച്ചിട്ട് നമ്മൾ ഗ്യാസ് സ്വിമ്മിലേക്ക് ഇടുക. കാരണം ഇനി അധികം തീ വേണ്ട. ഏതാണ്ടൊരു 10 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കണം. അതായത് സ്ലോ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം എടുത്ത് പുറത്ത് വെച്ച് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. ഇപ്പോൾ സൈഡ് കരിഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ അങ്ങനെയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ കളർ അങ്ങനെ തന്നെയാണ്. കണ്ടില്ലേ? അപ്പോൾ ഒരു കുഴപ്പമില്ല. ഞങ്ങളൊന്ന് ഒരു ഇറക്കിളി വെച്ചൊക്കെ ഒന്ന് കുത്തിയൊക്കെ നോക്കി, വേവൊന്നും കുറവൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് തട്ടാൻ പോവുകയാണ്. ഇത് മെല്ലെ കമഴ്ത്തി വെച്ചിട്ട് 2 തട്ട് തട്ടിയപ്പോൾ തന്നെ സാധനം നന്നായിട്ട് വന്നു. ഇതാണ് അതിൻ്റെ ഫൈനൽ ടച്ച്. അപ്പോൾ നമുക്ക് തന്നെ വളരെ സന്തോഷമായി. കാരണം നമ്മൾ വിചാരിച്ചില്ല ഇത്രയും സക്സസ് ആവുന്നൊന്നും വിചാരിച്ചില്ല. കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. നമ്മൾ മുന്നേ അപ്പക്കാരം പറഞ്ഞല്ലോ, അപ്പക്കാരം ചേർത്ത് എന്തിനാണ്. അതിൻ്റെ ആ ഉള്ളു കണ്ടാൽ അറിയാം. കറക്റ്റ് അതിൻ്റെ ആ ലെയറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ അപ്പക്കാരം ചേർത്തത്.
അപ്പോൾ ഇത് നന്നായിട്ട് കിട്ടി. ആദ്യം എടുക്കുമ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു. അതെ, ഇതിപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് തണിഞ്ഞതിന് ശേഷം, ഒന്ന് ചെറുതായിട്ടൊന്ന് തണിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് കഴിച്ചൊക്കെ നോക്കി. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. ഇത്രയും നന്നാണെന്ന് വിചാരിച്ചില്ല. അതിനുശേഷം ഞാനതെടുത്തൊന്ന് കഴിച്ചു നോക്കി. കുഴപ്പമൊന്നുമില്ല. ഞാൻ കൂടുതൽ മധുരം ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ ഇതിന് ലേശം മധുരം കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ കുഴപ്പമില്ല, ഇത് കഴിച്ചവർക്ക്, ഞങ്ങൾ വേറെ ആൾക്കാർക്ക് കൊടുത്തിരുന്നു, അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. കൃതിക്ക് കൊടുത്തു. കൃതിക്ക് കുറച്ച് ചൂടുണ്ടെന്ന് തോന്നിയിട്ട് അവളതേ ഊതുകയാണ്. പക്ഷെ അത്ര ചൂടൊന്നും ഇല്ല. എന്നിട്ട് അവൾക്കും ഒരു കഷ്ണം ഞങ്ങൾ കൊടുത്തു. ഇതേ അവളുടെ റിയാക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നന്നായിട്ടുണ്ടായിരുന്നു. പലർക്കും ഇതുണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായി പോകാറുണ്ട്. അത് കൂടുതൽ സമയം കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. സ്ലോ കുക്ക് ചെയ്യുക. 10 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതേ ഇതുപോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.